വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെന്ന പോലീസ് കണ്ടെത്തലിൽ പ്രതികരിച്ച് വടകര MP ഷാഫി പറമ്പിൽ. കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തുവന്നതെന്നും MP വിശദീകരിക്കുന്നു. വിവാദത്തിന് പിന്നിൽ അടിമുടി CPMകാരാണ്. പക്ഷേ എന്തുകൊണ്ടോ അവരെ പ്രതികളാക്കുന്നില്ല. നിയമ നടപടി തുടരും. വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ്. ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യം ചെയ്യില്ല. CPM പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണം. പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണ്. ആരുടെയും ഒറ്റ ബുദ്ധിയിൽ തോന്നിയതായി എനിക്ക് തോന്നുന്നില്ല. പാർട്ടി പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉദ്ദേശ്യം വോട്ടർമാരെ ഭിന്നിപ്പിക്കലെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചവരെല്ലാം മാപ്പ് പറയണം. ഇത് ഉണ്ടാക്കിയവരും അത് ഉപയോഗിച്ച് പ്രചാരണം നടത്തിയവരും അടിമുടി CPMകാരാണ്. ഇവരെ CPM പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്യണം. ഇതിനെതിരെ റെഡ് എൻകൗണ്ടർ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖമില്ലായിരുന്ന പ്രതികൾക്ക് ഇപ്പോൾ മുഖമുണ്ട്. എന്നിട്ടും കേസെടുക്കുന്നില്ല. പോലീസ് അന്വേഷണം സ്ലോ മോഷനിലാണ്. മറ്റു പാർട്ടിക്കാർ ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ എന്നും ഷാഫി ചോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ ഷോട്ട് പ്രചരിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു. ഇതിനെതിരെ കാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത്. റെഡ് എൻകൗണ്ടേഴ്സ്, റെഡ് ബറ്റാലിയൻ എന്നീ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയത്. അന്വേഷണത്തോട് സഹകരിക്കാത്ത ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും മാതൃകാ കമ്പനിയായ മെറ്റയെ പോലീസ് പ്രതി ചേർത്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.